ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് IT ചോദ്യങ്ങളാണ്. PSC പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന കമ്പ്യൂട്ടർ ചോദ്യങ്ങളാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. PYQs ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇനി പറയുന്ന ഓപ്ഷൻ ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. ഇതിൽ ഏത് ഓപ്ഷനാണ് ഇതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, MS Excel എന്ന് പറയുന്നത് അല്ലേ, എക്സൽ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? അല്ല അല്ലേ, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിൻഡോസ്, ലിങ്കർ, അതുപോലെ തന്നെ ലോഡർ എന്നിവയൊക്കെ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ്? തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം തന്നിരിക്കുന്നതിൽ ഏതാണ്? സ്വിച്ച് ആണ് അല്ലേ. സ്വിച്ച് ആണ് എന്ത് ചെയ്യുന്നത്? തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്നത് അല്ലേ. പ്രിവെന്റ് കൺജഷൻ ആൻഡ് ഡാറ്റ കൊളീഷൻ സഹായിക്കുന്ന ഏതാണ്? സ്വിച്ച് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IT ആക്ട് 2000 ഈസ് നോട്ടിഫൈഡ്. IT ആക്ട് 2000 വിജ്ഞാപനം എന്നാണ് നോട്ടിഫൈ ചെയ്താണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ് ഇയർ വരുന്നത്? 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 ഒക്ടോബർ 17 IT ആക്ട് 2000 വിജ്ഞാപനം നോട്ടിഫൈ ചെയ്ത് 2000 ഒക്ടോബർ 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ്? വിൻഡോസ്, യുനിക്സ്, ഉബണ്ടു എന്നിവയൊക്കെ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ് വിൻഡോസ്, യുനിക്സ്, ഉബണ്ടു എന്ന് പറയുന്നത്. ജിംബ് എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. ജിംബ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അപ്പം വിൻഡോസ്, യുനിക്സ്, ഉബണ്ടു എന്നിവയൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാതെ എന്താണ്? ജിംബാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഷിംഗ് എന്നാൽ എന്താണ് ഫിഷിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഫിഷിംഗ് എന്ന് വെച്ചാൽ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു തരം രീതിയാണെന്ന് പറയുന്നത് ഫിഷിംഗ് എന്ന് പറയുന്നത്. വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? കമ്പ്യൂട്ടർ ഉപയോക്താവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതിൽ തന്നിരിക്കുന്നതിൽ ഏത് സോഫ്റ്റ്വെയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സോഫ്റ്റ്വെയർ ആണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെഴുതുക. വ്യത്യസ്ത പ്രോട്ടോക്കോൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരിൽ ഏതാണ്? ഗേറ്റ്വേ ആണ്. രണ്ട് വ്യത്യസ്ത പ്രോട്ടോക്കോൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗേറ്റ്വേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത്? നോക്കിയേ, സഫാരി ആണ് അല്ലേ. യാഹൂ, ഗൂഗിള്, ബിങ് എന്നിവയൊക്കെ എന്താണ്? സെർച്ച് എൻജിൻസ് ആണ് അല്ലേ. യാഹൂ, ഗൂഗിൾ, ബിങ് ഒക്കെ എന്താണ്? സെർച്ച് എൻജിൻസ് ആണ്. കൂട്ടത്തിൽ ചേരാതെ സഫാരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? സേവനങ്ങളിലെ ഓൺലൈൻ സേവനങ്ങൾ എല്ലാ സർക്കാർ വകുപ്പുകളുടെയും സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒരു കേന്ദ്രീകൃത പോർട്ടൽ എന്ന് പറയുന്നതാണ് സേവനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? IT ആക്ട് 2000 നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു 2000 ആക്ട് എന്നാണ് വന്നതെന്ന് ചോദിച്ചു. നെക്സ്റ്റ് എന്താണ്? 2000 IT ആക്ട് എന്ന് പറയുന്നത് 66 സെക്ഷൻ 66F എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 66F എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സൈബർ ഭീകരതയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് IT ആക്ട് 2000 സെക്ഷൻ 66F എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? മെമ്മറി ഉപകരണമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മെമ്മറി ഉപകരണങ്ങളെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ശരിയാണല്ലേ? മെമ്മറി ഉപകരണങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രോസസ്സിങ്ങിനായിട്ട് ഡാറ്റയും നിർദ്ദേശങ്ങളൊക്കെ സംഭരിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് വേഗമേറിയതാണ്. എന്നാൽ സാധാരണയായി സെക്കൻഡറി മെമ്മറി അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത്? പ്രൈമറി മെമ്മറി വേഗതയേറിയതാണ്, അതുപോലെ തന്നെ സംഭരണശേഷി കുറവാണ്. നെക്സ്റ്റ് എന്താണ്? റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ നോൺ വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? റോം, ഫ്ലാഷ് മെമ്മറി, ഹാർഡ് ഡ്രൈവ് എന്നിവയ്ക്കാണ് നോൺ വോളറ്റൈൽ മെമ്മറികൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കാണ് പറയുന്നത് മെമ്മറി ഉപകരണങ്ങൾ എന്ന് പറയുന്നത് പ്രോസസ്സിങ്ങിനായിട്ട് ഡാറ്റയും നിർദ്ദേശങ്ങളൊക്കെ സംഭരിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് വേഗമേറിയതാണ്. സെക്കൻഡറി മെമ്മറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗമേറിയതാണ്. അതുപോലെ തന്നെ എന്താണ്? ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. അതുപോലെ റോം, ഫ്ലാഷ് മെമ്മറി, ഹാർഡ് ഡ്രൈവ് എന്നിവയ്ക്ക് എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറീസ് ആണ്. നെക്സ്റ്റ് എന്താണ്? താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായിട്ടും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്? ലിങ്ക്ഡിൻ അല്ലേ? ലിങ്ക്ഡിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യത എന്തായിരിക്കും? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയും, പക്ഷെ എന്താണ്? അവിടെ അത് ലഭിക്കുന്നില്ല. അങ്ങനെ കഴിയാത്തൊരു സാഹചര്യം വരികയാണ്, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അതെന്ത് കാരണമായിരിക്കും അവിടെ പ്രശ്നം വരാനായിട്ട് കാരണം? എന്താണ് ലഭിക്കാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത്? ഏതായിരിക്കും? തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും? തെറ്റായ IP കോൺഫിഗറേഷൻ ആവാം, അല്ലെങ്കിൽ ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ ആയിരിക്കാം. അപ്പം നമുക്ക് ഡാറ്റ ഒക്കെ നമുക്ക് ആക്സസബിൾ ആണ്, പക്ഷെ എന്താണ്? നമ്മൾ ഡാറ്റ അയച്ചത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കാം? ഒന്നില്ലെങ്കിൽ തെറ്റായ IP കോൺഫിഗറേഷൻ ആവാം, അല്ലെങ്കിൽ ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ ഉണ്ടാവും, അല്ലെങ്കിൽ പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ്? ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നതിന് എന്ത് ഉപയോഗിക്കുന്നത്? ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻ നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് ICANN എന്ന് പറയുന്നത്. ICANN എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമേഗലിന്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടിയത്. ഈ ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? 2023 നവംബർ 8 ഒമേഗൽ എന്ന് പറയുന്ന ഒരു ചാറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, അത് അടച്ചുപൂട്ടാണ് ചെയ്തത്. അപ്പൊ ഈ ഒമേഗലിന്റെ സ്ഥാപകൻ ആരാണ്? സ്ഥാപകനായിരുന്നത് ആരാണ്? ലീഫ് കെ ബ്രൂക്സ് ആണ് ഒമേഗലിന്റെ സ്ഥാപകൻ. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഏതാണ്? സ്കാനർ ആണ് അല്ലെ? സ്കാനർ ആണ് ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ നമ്മൾ കുറെ നേരം ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപുട്ട് ഉപകരണം ഉപയോക്താക്കളിൽ നിന്നും ഡാറ്റ എടുക്കുന്നതിനെയാണ് ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത്. എന്താണ്? ഉപഭോക്താക്കളിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്ന ഇൻപുട്ട് ഉപകരണങ്ങൾ. അതുപോലെ തന്നെ ഈ ഇൻപുട്ട് ഉപകരണങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും? ഉപയോക്താക്കളായിരിക്കും. ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഇൻപുട്ട് ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഉപകരണം ഉപയോക്താക്കളിൽ നിന്ന് ഡാറ്റ എടുക്കുകയും ചെയ്യുന്നു.
അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് ഉപകരണം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഉപകരണം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഉപകരണം പ്രോസസ്സറിൽ നിന്നായിരിക്കും ഡാറ്റ എടുക്കുക. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഉപകരണങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും? കമ്പ്യൂട്ടർ ആയിരിക്കും. അതായത് നമ്മൾ എന്താ പറഞ്ഞത്? ഇൻപുട്ട് ഉപകരണം എന്ന് പറയുന്നത്. ഇൻപുട്ട് ഉപകരണത്തിന് നമ്മളാണല്ലേ, നമ്മളാണെന്ന് വിചാരിക്കും. നമ്മൾ നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മളാണ് ഇൻപുട്ട് ഉപകരണങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഡാറ്റ കൊടുക്കുന്നതൊക്കെ ആരാണ്? നമ്മൾ തന്നെയാണ്. എന്നാൽ ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രൊസസ്സർ ആണ് എല്ലാം ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നതൊക്കെ എന്താണ്? പ്രൊസസ്സർ ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് അല്ലേ? പ്രൊസസ്സർ ആണ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? നമ്മൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഇൻപുട്ട് ഉപകരണം നമ്മൾ നിയന്ത്രിക്കുന്ന ഏതൊക്കെയായിരിക്കും? കീബോർഡ്, അതുപോലെ തന്നെ മൗസ്, മൈക്രോഫോണ്, സ്കാനർ എന്നിവയൊക്കെ എന്താണ് നമ്മൾ നിയന്ത്രിക്കുന്നത്? ഇത് ഇൻപുട്ട് ഉപകരണങ്ങളാണ്. എന്തൊക്കെയാണ് പറയുന്നത്? കീബോർഡ്, അതുപോലെ തന്നെ മൗസ്, പിന്നെ എന്തൊക്കെയാണ്? മൈക്രോഫോൺ എന്നിവയൊക്കെ എന്താണ്? നമ്മൾ നിയന്ത്രിക്കുന്നതാണ് അല്ലെ? നമ്മളാണ് അവിടെ ഡാറ്റ കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഉപയോക്താക്കൾ, നമ്മളാണ്. അപ്പൊ അതാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയേണ്ട. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോസസ്സിംഗ് ചെയ്യുന്നത് അല്ലെ? കമ്പ്യൂട്ടർ ആണ് നിയന്ത്രിക്കുന്നത്. ഏതൊക്കെയാണ് വരാ? അപ്പോ സ്പീക്കർ വരും, മോണിറ്റർ, പ്രിന്റർ, അതുപോലെ തന്നെ സ്പീക്കർ, പ്രിന്റർ, മോണിറ്റർ ആണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടേക്കുന്നത് കേട്ടോ. അപ്പൊ പ്രിന്റർ, മോണിറ്റർ, സ്പീക്കർ എന്നിവയൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. കമ്പ്യൂട്ടർ ആണ് ഇവയെ നിയന്ത്രിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കണ്ട ക്വസ്റ്റ്യൻ ആണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ അല്ലെ? അപ്പൊ എന്താണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് രണ്ട് സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലെ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ്? ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റാനായിട്ട് ജോലികൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും. അതായത് ഇപ്പൊ വേർഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും അല്ലെ? എക്സൽ ആണെങ്കിൽ വേറെ. അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നിനു വേണ്ടി മാത്രമുള്ള ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? അത് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനായിട്ടും ആപ്ലിക്കേഷനുകൾക്ക് മുകളിൽ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുന്നതിനൊക്കെ ആയിട്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പ്രവർത്തിപ്പിക്കുക, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ആയിട്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ പഠിക്കണ്ടേ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ്? ഓക്കെ, തന്നിരിക്കുന്നതിൽ വേഡ് പ്രൊസസ്സർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേഡ് പ്രൊസസ്സർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു അത് നമുക്കൊരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി മാത്രമായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ സോഫ്റ്റ്വെയർസിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ വേഡ് പ്രൊസസ്സർ, അതുപോലെ തന്നെ എന്താണ്? ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്യുമെന്റ്സ് റൈറ്റ് ചെയ്യാന്, സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാന്, അല്ലെങ്കിൽ വെബ് ബ്രൗസ് ചെയ്യാന്, പ്ലേയിങ് ഗെയിംസ് പ്ലേ ചെയ്യാനൊക്കെ ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെബ് ബ്രൗസേഴ്സ്, അല്ലെങ്കിൽ അതായത് വെബ് ബ്രൗസേഴ്സ് വരുന്നതൊക്കെ, അതായത് ഏതൊക്കെയാണ് വെബ് ബ്രൗസേഴ്സിൽ വരുന്നത്? ഏതൊക്കെയാണ് ക്രോം, അതുപോലെ തന്നെ ഫയർഫോക്സ് എന്നിവയൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. ക്രോം ആണെന്നുണ്ടെങ്കിലും ഫയർഫോക്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേർഡ് പറഞ്ഞു, എക്സൽ പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ഗെയിം എൻജിൻസിലെ ഗെയിംസ് ഒക്കെ വരുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലാണ്. എന്നാൽ നമ്മൾ പറഞ്ഞു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിനെ ഫുള്ളായിട്ട് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അതായത് ഇതിന് മുകളിലായിട്ട്, ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മുകളിലായിട്ട് അവർ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയും. അതായത് നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് റൺ ചെയ്യിക്കാനായിട്ട് എന്ത് വേണം? ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസ് വേണം. അതിന് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നതൊക്കെ ലിനക്സ്, അതുപോലെ തന്നെ യുനിക്സ്, ഇതിനെയൊക്കെ എന്താണ് മാക് ഒ എക്സ് എന്നിവയൊക്കെ എന്താണ്? എന്തിന് എക്സാമ്പിൾ ആണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയാലോ? അപ്പൊ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ക്രോമും ഫയർഫോക്സ് അങ്ങനത്തെ സെർച്ച് ആയിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഓരോ സ്പെസിഫിക് ആപ്ലിക്കേഷൻസിൽ, അതായത് വേർഡ്, പിന്നെ എന്തൊക്കെയാണ് പറയാ, വേർഡ്, എക്സൽ എന്നിവയൊക്കെ അതിൽ വരുന്നതാണ്. ഇനി അതെല്ലാം നമുക്ക് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, വേർഡ് പ്രൊസസ്സർ ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ വിൻഡോസ്, ലിനക്സ്, യുനിക്സ്, മാക് OS ഒക്കെ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിന്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലാണ്. ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും തമ്മിലാണ് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിന്റെ പേരിൽ കർശനമായിട്ട് വെട്ടിക്കുറച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി പറയുന്നത്? നോക്കി നോക്കിയേ, ഏതൊക്കെ പ്രസ്താവന നോക്കി നോക്കിയേ. ഹബ് എന്ന് പറയുന്നത് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണെന്ന് പറയുന്നത് ശരിയാണോ? ഹബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. ശരിയാണ്. ഹബ് എന്ന് പറയുന്നത് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. ശരിയാണ്ടോ? റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. ഗേറ്റ് വേകൾ ഡാറ്റ ലിങ്ക് ലെയർ മാത്രം പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയുന്നത് അത് തെറ്റാണ് വരുന്നത്. അപ്പൊ അത് ശരിയായിട്ട് വരുന്നത് ആദ്യത്തെ രണ്ടെണ്ണമാണ്. ഹബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. 1ഉം 2ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകത്തെ എന്താണ് അറിയപ്പെടുന്നത്? ഡിലിമിറ്റർ. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡിലിമിറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന കേരള പോലീസിന്റെ സംരംഭം എന്താണ്? ഏതാണ് സംരംഭം വരുന്നത്? ഏതാണ്? കിഡ് ഗ്ലൗ എന്നാണ്. കിഡ് ഗ്ലൗ എന്നാണ് സംരംഭത്തിന്റെ പേര് പറയുന്നതാണ്. കിഡ് ഗ്ലൗ എന്നാണ്. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകർ, രക്ഷിതാക്കളൊക്കെ അവരുടെ അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് ISRAയുമായി ചേർന്ന കേരള പോലീസിന്റെ സംരംഭമാണ് കിഡ് ഗ്ലൗ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അല്ലെ, ഏതാണ്? 5Gയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് വളരെ ഉയർന്ന ലേറ്റൻസി ഉണ്ടെന്ന് പറയുന്നത് അത് തെറ്റാണ് വരുന്നത്. സെക്കൻഡിൽ 20 ജിഗാബിറ്റ്സ് വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗത ഉണ്ട്. GBPS എന്ന് പറയുന്നത് ശരിയാണ്. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. വേവിലാണ് അളക്കുന്നത് എന്ന് പറയുന്നത് അതും ശരിയാണ്. അപ്പൊ 5G നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഏതൊക്കെയാണ് ശരി? സെക്കൻഡിൽ 20 ജിഗാബിറ്റ്സ് വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗതയില്ല. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്ര വേവിലാണ് അളക്കുന്നത്. അപ്പൊ 1, 2, 3 ശരി വരുന്നത്. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? തന്നിരിക്കുന്നതാണ് മാക് OS X. അല്ലെ, മാക് OS X ആണ് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? സെർച്ച് എഞ്ചിൻ അല്ലാത്ത ഏത് നോക്കിയാൽ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലെ. ചെറിയൊരു വ്യത്യാസം മാത്രമാണ് നൽകിയിരിക്കുന്ന. ഓപ്ഷൻ എന്താണ് വരുന്നത്? സെർച്ച് എഞ്ചിൻ അല്ലാതെ ഏതായിരുന്നു? സഫാരി ആണ് അല്ലെ. യാഹു, ആസ്ക്, ബിങ് ഒക്കെ എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോമിന്റെ പൂർണ്ണ രൂപം ഏത്? PROM എന്ന് പറയാം അല്ലെ. അതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പ്രോമിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഏതാണ്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോം എന്ന് വെച്ചാൽ എന്താണ്? റോം എന്ന് വെച്ചാൽ എന്താണ്? റീഡ് ഓൺലി മെമ്മറി ആണ്. പി എന്ന് വെച്ചാൽ എന്താണ്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരാണ് അല്ലെ. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായിട്ട് ഭേദഗതി ചെയ്തത് എന്നാണ്? 2008ലാണ്. 2008ലാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായിട്ട് ഭേദഗതി ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? കൂടിയ ബാൻഡ് വിഡ്ത്ത് ആണ്, കൂടിയ ചിലവാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് കൂടിയ ബാൻഡ് വിഡ്ത്ത് ആണ്, കൂടിയ ചെലവാണ്. നമുക്കിതൊരു ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? കൂടി ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് പറയുന്നുണ്ട്, അതാണ് തെറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ശരിയായത് പഠിച്ചു വെക്കുക. കൂടിയ ബാൻഡ് വിഡ്ത്ത്, കൂടിയ ചിലവാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ചിട്ട് ശരിയായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? വിൻഡോസ് ആണ് അല്ലെ. VLC പ്ലെയർ, MySQL, അതുപോലെ തന്നെ MS Word എന്നൊക്കെ പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഇതില്? വിൻഡോസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഏതാണ് ഈ ഗവേണൻസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിലേതാണ് ശരി വരുന്നത്? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് ഈ ഗവേണൻസിനെ പറ്റി പറയുന്ന പ്രസ്താവനയിൽ ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. ഏതാണ്? നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതായിരുന്നു? രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ഏതായിരുന്നു? ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ ആണ്. രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ഗേറ്റ് വേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്പൺ ഓഫീസ് റൈറ്റർ അല്ലെ. റൈറ്റർ എന്ന് വെച്ചാൽ എന്താണ്? വേർഡ് പ്രൊസസർ ആണ് അല്ലെ. വേർഡ് പ്രൊസസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? കേബിൾ ടി വി നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? ഏതാണ് കേബിൾ ടി വി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ഏതാണ്? മേൻ ആണ് അല്ലെ. കേബിൾ ടി വി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് കേബിൾ ടി വി എന്ന് പറയുന്നത്. അപ്പോൾ മേൻ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2KB is equal to dash bytes. 2KB എന്ന് വെച്ചാൽ എത്രയാണ്? 2048 ബൈറ്റ്സ് ആണ് അല്ലെ. 1KB എന്ന് വെച്ചാൽ എത്രയാണ്? 1024 KB എന്ന് പറയുന്നതാണ് 1 MB എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2KB എന്ന് പറയുന്നത് എത്രയാണ്? 2048 ബൈറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം. വെബ് പേജ് നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വെബ് പേജ് നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്? ഏതാണ്? HTML ആണ് അല്ലെ. HTML ആണ്. വെബ് പേജ് നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? HTML ആണ്. HTML. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നുണ്ട്. പ്രസ്താവനകൾ ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ. തന്നിരിക്കുന്നതിൽ എന്താണ്? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാനാണ് എന്തുപയോഗിക്കുന്നത്? ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നത്. ശരിയാണ്. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നുണ്ട്. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നുണ്ട്. ശരിയാണ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. അപ്പൊ സ്വിച്ച് എന്ന് വെച്ചാൽ ഒന്ന് സെലക്ട് ചെയ്തിട്ടാണല്ലേ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. അതും ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ് വരുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാം അല്ലെ. ഹബ് സ്വിച്ച് ഉപയോഗിക്കുന്നതിനാണ് നെറ്റ്വർക്കുകൾ തമ്മിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നത്. ഹബ് ആണെന്നുണ്ടെങ്കിൽ വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറും. എന്നാൽ സ്വിച്ച് ആണെന്നുണ്ടെങ്കിലോ സെലക്ട് ചെയ്തിട്ടില്ലേ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമാണ് സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ വരുന്നത് ഏതാണ്? നോക്കിയേ. ആൻഡ്രോയിഡ് ആണല്ലേ. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി നോക്കിയേ. ബ്രൗസർ എന്ന് പറയുന്നത് എന്താണ്? ബ്രൗസറും ഫയർഫോക്സും ഒക്കെ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് അല്ലെ. ബ്രൗസറും ഫയർഫോക്സും. ഇനി ഇൻപുട്ട് ഡിവൈസ് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ജോയ്സ്റ്റിക്ക് ആണ്. ഇൻപുട്ട് ഡിവൈസ് എന്നാണ് ജോയ്സ്റ്റിക്ക് ആണ്. ഇനി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ഇതാണ് പ്ലോട്ടർ ആണ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പൊ ഏതാണ് വരുന്നത്? 4D ആണ് വരുന്നത്. നോക്കി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് ആണ്. ബ്രൗസറും ഫയർഫോക്സും ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ജോയ്സ്റ്റിക്ക് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് പ്ലോട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് ഏതാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ഏതാണ്? എം സേവനം. എം സേവനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എന്നാണ് എം സേവനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത്. ഐരാവത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ആക്രമണകാരി ഒരു വിശ്വസനീയ സ്ഥാപനമായി നടിക്കുകയും ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃത ആക്സസ് നേടുകയും ചെയ്യുന്ന ആക്രമണം? എന്താണ് പറയുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് ആക്രമണകാരി ഒരു വിശ്വസനീയ സ്ഥാപനമായിട്ട് നടിക്കുകയാണ് അല്ലെ, എന്നിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃത ആക്സസ് നേടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ആക്രമണത്തെ പറയുന്ന പേരെന്താണ്? എന്താണ്? IP സ്പൂഫിംഗ്. എന്താണ്? IP സ്പൂഫിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരു ആക്രമണകാരി ഒരു വിശ്വസനീയ സ്ഥാപനമായി നടിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവിടുത്തെ ഒരു സിസ്റ്റത്തിലേക്ക് അനധികൃത ആക്സസ് നേടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്തരിക ആശയവിനിമയത്തെ ബാഹ്യ നെറ്റ്വർക്കുകളിൽ നിന്നും ഒറ്റപ്പെടുത്തി നെറ്റ്വർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാങ്കേതികങ്ങളിൽ ഏതാണ്? അതായത് ഇപ്പൊ കുറച്ച് നൽകിയിട്ടുണ്ട്, സ്റ്റാറ്റിക് ഡൊമൈൻ ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതിൽ ആന്തരിക ആശയവിനിമയത്തെ ബാഹ്യ നെറ്റ്വർക്കുകളിൽ നിന്നും ഒറ്റപ്പെടുത്തി നെറ്റ്വർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തന്നിരിക്കുന്നതിൽ? ഏതാണ്? സ്വകാര്യ IP വിലാസങ്ങൾ. സ്വകാര്യ IP വിലാസങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് സാധ്യതയുള്ള ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത്? ഡിജിറ്റൽ തെളിവ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് താഴെ തന്നിരിക്കുന്നത്? ഏതാണ് ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത്? നോക്കിയേ, അന്വേഷണത്തിന് പ്രസക്തമായേക്കാവുന്ന എന്നാൽ അതിന്റെ സമഗ്രതയ്ക്കും ആധികാരികതയ്ക്കും ഇതുവരെ പ്രാമാണീകരിക്കപ്പെടുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലാതെ ഏതെങ്കിലും ഡിജിറ്റൽ ഡാറ്റയാണെന്ന് എന്തെന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവായിട്ട് വ്യക്തമാക്കുന്നത്. എന്നാണ് അന്വേഷണത്തിന് പ്രസക്തമായേക്കാവുന്ന എന്നാൽ അതിന്റെ സമഗ്രതയ്ക്കും അധികാരിക്കും ഇതുവരെ പ്രാമാണീകരിക്കപ്പെടുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഡിജിറ്റൽ ഡാറ്റ തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വലിയ കമ്പനിയുടെ കമ്പ്യൂട്ടർ ശൃംഖല റാംസ്വെയർ ആക്രമണത്തിൽ അപഹരിക്കപ്പെട്ടു. റാൻസ്വെയർ ആക്രമണത്തിൽ അപഹരിക്കപ്പെടാണ് ഒന്നിലധികം സെർവറുകളിലും വർക്ക് സ്റ്റേഷനുകളിലുമായി ആക്രമണകാരി നിർണായക ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിക്രിപ്ഷൻ കീക്ക് പകരമായി മോചന ദ്രവ്യം നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കമ്പനിയുടെ IT സെക്യൂരിറ്റിന്റെ വിഭാഗം ആരംഭിച്ച താഴെ പറയുന്ന പ്രവർത്തനങ്ങളിൽ ലൈവ് ഫോറൻസിക് നടപടിയായി കണക്കാക്കാൻ കഴിയാത്ത ഒന്ന് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഒരു വലിയ കമ്പനിയുണ്ട്, ആ ഒരു കമ്പനിയിലെ കമ്പ്യൂട്ടർ ശൃംഖല റാൻസ്വെയർ ആക്രമണത്തിൽ അപഹരിക്കപ്പെടാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഒന്നിലധികം സെർവർ വർക്ക് സ്റ്റേഷൻസ് ഒക്കെ ഈ ആക്രമണകാരി നിർണായകമായ ഫയലുകളൊക്കെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിക്രിപ്ഷൻ ചെയ്തിട്ട് അത് പകരമായിട്ട് ഡിക്രിപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മോചന ദ്രവ്യം നൽകണമെന്ന് ആവശ്യപ്പെടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൈവ് ഫോറൻസിക് നടപടിയായിട്ട് എന്താണ് അവർ കണക്കാക്കാറ് ഏതാണെന്ന് പഠിച്ചു വെക്കാം. കണക്കാക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണ് വരുന്നത് നോക്കിയൊക്കെ, സജീവ നെറ്റ്വർക്ക് കണക്ഷനുകളും തുറന്ന പോർട്ടുകളും റെക്കോർഡ് ചെയ്യുന്നു, സിസ്റ്റത്തിന്റെ റാമിന്റെ ഉള്ളടക്കങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നു, നിലവിലുള്ള ഏതെങ്കിലും ഡാറ്റ എക്സ്ഫിൽട്രേഷൻ തിരിച്ചറിയാൻ നെറ്റ്വർക്ക് ട്രാഫിക് ഡാറ്റയുടെ വിശകലനം എന്നിവയൊക്കെയാണ് നമുക്ക് നടപടിയായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ കഴിയാതെ എന്താണ് ഒരു ഹാർഡ് ഡ്രൈവ് അല്ലെങ്കിൽ SSD പോലുള്ള മുഴുവൻ സ്റ്റോറേജ് മീഡിയത്തിന്റെയും ബിറ്റ് ബൈ ബിറ്റ് കോപ്പി സൃഷ്ടിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത കാരണമാണ്. അപ്പൊ സാധ്യമായിട്ട് ഇതൊക്കെയാണ് സജീവ നെറ്റ്വർക്ക് കണക്ഷനുകളും തുറന്ന പോർട്ടുകളും റെക്കോർഡ് ചെയ്യണം. അതുപോലെ സിസ്റ്റത്തിന്റെ റാമിന്റെ ഉള്ളടക്കങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നു, നിലവിലുള്ള ഏതെങ്കിലും ഡാറ്റ എക്സ്ഫിൽട്രേഷൻ തിരിച്ചറിയാൻ നെറ്റ്വർക്കിംഗ് ട്രാഫിക് ഡാറ്റയുടെ വിശകലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമെയിൽ അയക്കുന്നയാളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള ഒരു രീതി താഴെ പറയുന്നതിൽ ഏതാണ്? ഇമെയിൽ അയക്കുന്ന ആളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ളത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഡിജിറ്റൽ സിഗ്നേച്ചർ ആണല്ലേ. ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ഒരു ഇമെയിൽ അയക്കുന്ന ആളുടെ ആധികാരികത ഉറപ്പാക്കുന്നത്. എന്താണ്? ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണെന്ന് നമ്മൾ ഇപ്പൊ കണ്ട ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടിട്ടുണ്ടാകും അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലൗഡ് സ്റ്റോറേജിൽ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സ്ഥാപിക്കുന്നതിൽ ഏത് തരത്തിലുള്ള മെറ്റാഡാറ്റയാണ് ഏറ്റവും നിർണായകമായത്? ക്ലൗഡ് സ്റ്റോറേജിൽ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സ്ഥാപിക്കുന്നതിനായിട്ട് ഏത് തരത്തിലുള്ള മെറ്റാഡാറ്റയാണ് ഏറ്റവും നിർണായകമായത്? ഏതാണ്? ക്ലൗഡ് സ്റ്റോറേജിലാണെന്നുണ്ടെങ്കിൽ എന്താണ്? ടൈം സ്റ്റാമ്പുകൾ സൃഷ്ടിക്കലും പരിഷ്കരിക്കലും. എന്നാണ്? ടൈം സ്റ്റാമ്പുകൾ സൃഷ്ടിക്കലും പരിഷ്കരിക്കലും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ CDR വിശകലനം ഏറ്റവും ഉപയോഗപ്രദമാണ്? ഏത് തരം സൈബർ കുറ്റകൃത്യങ്ങളാണ് CDR വിശകലനം ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളത്? ഇതാണ് ഫോൺ വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പിനാണ് CDR വിശകലനം ഏറ്റവും ഉപയോഗപ്രദമാണ്, ഫോൺ വഴിയുള്ള ഓൺലൈൻ തട്ടിപ്പിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IPDR വിശകലനം ഉപയോഗിക്കുന്നത് എന്തിനാണ്? IPDR വിശകലനം ഉപയോഗിക്കുന്നത്, IPDR വിശകലനം ഉപയോഗിക്കുന്നതിനാണ് എന്തിനൊക്കെയാണ്? നെറ്റ്വർക്ക് പ്രകടന നിരീക്ഷണം, അനധികൃത നെറ്റ്വർക്ക് ആക്സസ് അല്ലെങ്കിൽ അസാധാരണമായ ഉപയോഗ പാറ്റേണുകൾ തിരിച്ചറിയാൻ, നെറ്റ്വർക്ക് ട്രാഫിക് നിരീക്ഷണം എന്നിവയ്ക്ക് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? IPDR ഉപയോഗിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് പ്രകടന നിരീക്ഷണം, അനധികൃത നെറ്റ്വർക്ക് ആക്സസ് അല്ലെങ്കിൽ അസാധാരണമായ ഉപയോഗ പാറ്റേണുകൾ തിരിച്ചറിയാൻ, നെറ്റ്വർക്ക് ട്രാഫിക് നിരീക്ഷണം എന്നിവയ്ക്കൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? IPDR വിശകലനം ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ഫോൺ നഷ്ടപ്പെട്ടാൽ അത് പുതിയ സിം ഉപയോഗിച്ച് മറ്റൊരാൾ ഉപയോഗിക്കുന്നു. ഫോൺ തിരിച്ചറിയാൻ ഏറ്റവും ഉപകാരപ്രദമായ നമ്പർ ഏതാണ്? ഒരു വ്യക്തിയുടെ ഫോൺ നഷ്ടപ്പെടാണ്, അത് സിം ഉപയോഗിച്ച് വേറൊരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫോൺ തിരിച്ചറിയുവാനായിട്ടുള്ള ഉപകാരപ്രദമായ നമ്പർ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാണ്? 15 അക്ക IMEI നമ്പർ. എന്താണ്? 15 അക്ക IMEI നമ്പർ കേട്ടോ, IMEI നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാണ്? റീഡ് ഓൺലി മെമ്മറിയാണ്, റോം ആണ് എന്ത് ഉപയോഗിക്കുന്നത്? ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് മെമ്മറിയാണ്? റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം മെമ്മറി. നമുക്ക് റോമിന്റെ ഒക്കെ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. അപ്പൊ റീഡ് ഓൺലി മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റാം എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയാ? റാൻഡം ആക്സസ് മെമ്മറി ചോദിക്കാട്ടോ. റാം എന്ന് വെച്ചാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിൽ ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ആയിരുന്നു റീഡ് ഓൺലി മെമ്മറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? എന്താ പറയുന്നത്? ഹൈ ലെവലിലെ ഹൈ ലെവൽ ഭാഷയെ നമുക്ക് മെഷീൻ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? ഏതാണ് തന്നിരിക്കുന്നതിൽ ഏതാണ് വരുന്നത്? ഇന്റർപ്രറ്റർ. ഇന്റർപ്രറ്ററിനെയാണ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ഭാഷേനെ നമ്മൾ എന്തൊക്കെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്? മെഷീൻ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഇന്റർപ്രറ്റർ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് അസംബ്ലർ എന്ന് പറയുന്നത്? അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബ്ലി ഭാഷയെ മെഷീൻ കോഡിലേക്ക് മാറ്റുന്നതിനാണ് അസംബ്ലർ ഉപയോഗിക്കുന്നത്. അസംബ്ലർ എന്ന് വെച്ചാൽ എന്താണ്? അസംബിൾ ഭാഷയെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ്? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അസംബിൾ ഭാഷയെ നമുക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? അസംബ്ലർ ഉപയോഗിക്കുന്നു എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു കമ്പൈലർ അല്ലെ. കമ്പൈലർ എന്ന് വെച്ചാൽ എന്താണ് കമ്പൈലർ എന്ന് വെച്ചാൽ എന്താണ്? ഈ കമ്പൈലർ എന്ന് പറയുന്നത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകളെ മെഷീൻ കോഡിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനായിട്ടാണ് കമ്പൈലർ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഇന്റർപ്രറ്റർ എന്ന് വെച്ചാൽ നമുക്ക് വരിയായിട്ടാണ് അല്ലെ നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത്. പക്ഷെ നേരെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കമ്പൈലർ എന്താണ് ചെയ്യുന്നത്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകളെ മെഷീൻ കോഡിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. റൺ ടൈമിൽ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ സൃഷ്ടിക്കാതെ ഒരു ഇന്റർപ്രറ്റർ ഹൈ ലെവൽ കോഡ് ലൈൻ ബൈ ലൈൻ വിവർത്തനം ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതായത് നമ്മളിവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാല് അസംബ്ലർ എന്ന് വെച്ചാൽ എന്താണ്? അസംബിൾ ഭാഷേനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇന്റർപ്രറ്റർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്റർപ്രറ്ററും കമ്പൈലറും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം സംഭവം തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഹൈ ലെവൽ ഭാഷേനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ എന്താണ്? കമ്പൈലർ എന്ന് വെച്ചാൽ മൊത്തമായിട്ടാണ് എല്ലാ ലാംഗ്വേജസ് എല്ലാതിനെയാണ് ഒരുമിച്ചിട്ടാണ് അല്ലെ ഒരു ഫയലിന് മൊത്തമായിട്ടാണ് കമ്പൈൽ ചെയ്യുന്നത്. എന്നാൽ ഇന്റർപ്രറ്റർ എന്ന് വെച്ചാൽ എന്താണ്? എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ വരിയായിട്ടാണ് ബൈ ലൈൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിയായി പരിവർത്തനം ചെയ്യാതെ കൺവേർട്ട് ചെയ്യാണ് നമ്മൾ എന്ന് പറയുന്നത് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഈ വരിയായിരുന്നു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അവിടെ എന്താണ് ആൻസർ കൊടുക്കുന്നത്? കമ്പൈലർ എന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അസംബ്ലർ എന്ന് വെച്ചാൽ അസംബിൾ ഭാഷയെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനെയാണ് അസംബ്ലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്?
1930 കേട്ടോ. 1930 എന്ന് പഠിക്കാം, അല്ലെങ്കിൽ 1930 എന്ന് വെച്ച് പഠിക്കാം. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പറാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? എന്താണ് ICANN എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസെൻസ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസെൻസ് നെയിംസ് ആൻഡ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസെൻസ് അല്ല, അസൈൻഡ് ആണ്. അപ്പൊ ഈ ലാൻ എന്താണ്, വേൻ എന്താണ്, മേൻ എന്താണെന്ന് അറിയാണെങ്കിൽ ആ ഫുൾ ഫോം അറിയുകയാണെങ്കിൽ തന്നെ ആൻസർ കിട്ടും അല്ലെ. ലാൻ എന്ന് വെച്ചാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. ഇത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഈ ചെറിയ പ്രദേശങ്ങളിൽ മാത്രമുള്ളതാണ് അല്ലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മാൻ എന്ന് വെച്ചാൽ എന്ത് വരും? മാൻ എന്ന് വെച്ചാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. വാൻ എന്ന് വെച്ചാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. വൈഡ് ഏരിയ നെറ്റ്വർക്കിനെയാണ് വാൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വലിയ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചെടുക്കാന്ന് വെച്ചാൽ വൈഡ് ആണല്ലേ വരുന്നത്. അപ്പൊ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് വാൻ എന്ന് പറയുന്നത് അല്ലേ, അതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? വെബ് പേജ് കാണാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വെബ് പേജ് കാണാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? നമ്മൾ ഒരു പേജ് കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ബ്രൗസ് ചെയ്യല്ലേ ചെയ്യാ. അപ്പൊ ബ്രൗസർ ആണ് അല്ലേ വരുന്നത്. എന്താണ് വരുന്നത്? ആൻസർ ബ്രൗസർ ആണ്. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ബ്രൗസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി റിപ്പീറ്റഡ് ആണ് അല്ലേ. IT ആക്ട് നിലവിൽ വന്ന വർഷം കുറെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിലൊന്നാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ പെടാത്തത്? ഏതാണ് വരുന്നത് നോക്കി? ഹെഡ്ഫോണ്, സ്പീക്കർ, സൗണ്ട് കാർഡ് എന്നിവയൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഹെഡ്ഫോൺ, സ്പീക്കർ, സൗണ്ട് കാർഡ് എന്നിവ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഇനി മൈക്രോഫോൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ് അല്ലേ. മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യം എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തതാണ്. അപ്പോൾ ഏതാണ്? മൈക്രോഫോൺ ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറുകളുടെ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്താണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്ത വിവരങ്ങൾ പുറത്തേക്ക് നൽകുന്ന ഉപകരണങ്ങളാണ്. പുറത്തേക്ക് നൽകുന്ന ഉപകരണങ്ങളെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ എന്നിവയൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഹെഡ്ഫോണ്, അതുപോലെ തന്നെ പ്രൊജക്ടർ, സ്പീക്കർ, സൗണ്ട് കാർഡ്, മോണിറ്റർ ചോദിക്കാറുണ്ട് കേട്ടോ. മോണിറ്റർ, പ്രിൻ്ററൊക്കെ പഠിച്ചിരിക്കാം. മോണിറ്റർ, പ്രിൻ്റർ, അതുപോലെ തന്നെ മോണിറ്റർ, പ്രിൻ്റർ, സ്പീക്കർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ എന്നിവയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പ്ലോട്ടർ ചോദിക്കാറുണ്ട് കേട്ടോ. പ്രിൻ്റർ ചോദിക്കാറുണ്ട്, പ്ലോട്ടറും ചോദിക്കാറുണ്ട്. ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? പ്രിൻ്റർ, പ്ലോട്ടർ എന്നിവയൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. പ്ലോട്ടർ, മോണിറ്റർ, ഹെഡ്ഫോൺ, സൗണ്ട് കാർഡ്, സ്പീക്കർ, അതുപോലെ തന്നെ ബ്രെയിൽ ഡിസ്പ്ലേ, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ഡിജിറ്റൽ സൈനേജ് ഡിസ്പ്ലേകൾ കേട്ടോ. ഡിസ്പ്ലേ, ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ പ്രൊജക്ടർ, ഹെഡ്ഫോൺ നമ്മൾ പറഞ്ഞു അല്ലേ. പ്രൊജക്ടർ, സ്പീക്കർ പറഞ്ഞു, അതുപോലെ തന്നെ മോണിറ്റർ എന്നിവയൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഇനി എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അങ്ങോട്ട് നൽകുക കേട്ടോ. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, നമ്മൾ ഇൻപുട്ട് നൽകുന്നതിലെ കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, അതുപോലെ തന്നെ ഡിജിറ്റൽ ക്യാമറ, മൈക്രോഫോണ്, ഒപ്റ്റിക്കൽ മാർക്ക്, നമുക്കറിയാം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ, OCR അല്ലേ. OCR എന്ന് പറയുന്നത്. OCR എന്ന് വെച്ചാൽ എന്താണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ആണ് OCR എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MICR എന്ന് വെച്ചാൽ എന്താണ്? MICR എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ ആണ്. MICR എന്ന് പറയുന്നത്. അപ്പോൾ OCR, MICR, അതുപോലെ തന്നെ മൈക്രോഫോൺ, പിന്നെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ പറഞ്ഞു. അതുപോലെ തന്നെ ബാർകോഡ് റീഡർ കേട്ടോ. ബാർകോഡ് റീഡർ പഠിച്ചിരിക്കാൻ ചോദിക്കാറുണ്ട്. ബാർകോഡ് റീഡർ എന്നിവയും, അതുപോലെ തന്നെ ജോയ്സ്റ്റിക്ക് പറഞ്ഞു അല്ലേ. കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക്, സ്കാനർ ചോദിക്കാറുണ്ട് കേട്ടോ. സ്കാനർ എന്ന് പറയുന്നത് എന്താണ്?
ഇൻപുട്ട് ഡിവൈസസ് ആണ് സ്കാനർ എന്ന് പറയുന്നത്. സ്കാനർ, ബാർകോഡ് റീഡർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് സ്ക്രീൻ, മൈക്രോഫോൺ, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നൈസേഷൻ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ എന്നിവയൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഉപകരണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു പോയിൻറ്റിംഗ് ഉപകരണം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മൗസാണ് കേട്ടോ, മൗസാണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PDF-ൻ്റെ പൂർണ്ണ രൂപം എന്താണ്? PDF-ൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഏതാണ്? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നാണ് PDF-ൻ്റെ പൂർണ്ണ രൂപം. എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. PDF-ൻ്റെ പൂർണ്ണ രൂപം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. നെക്സ്റ്റ്, IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏതാണ്? അപ്പോൾ തന്നിരിക്കുന്നതിൽ അനുവദനീയമല്ലാത്തതൊന്നും തന്നിട്ടില്ല എന്നാണ് നമ്മുടെ ആൻസറിക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അനുവദനീയമായത് നമുക്ക് പഠിച്ചു പോകാമല്ലോ അല്ലേ? IT ആക്ട് 2000 പ്രകാരം എന്തൊക്കെയാണ്? ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ചുള്ള ഇടപാട്, ഡിജിറ്റൽ ഫോർമാറ്റിൽ ഔദ്യോഗിക രേഖ സൂക്ഷിക്കുന്നത്, സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വൈറസുകൾ നിർമ്മിക്കുന്നത് എന്താണ് സൈബർ കുറ്റകൃത്യം ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വൈറസുകൾ നിർമ്മിക്കുന്നതാണ് IT ആക്ട് 2000 പ്രകാരം അനുവദനീയമായ കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതാണ്? അപ്പോൾ രണ്ടാമത്തെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വെബ് ബ്രൗസറൊക്കെ കേട്ടോ. വെബ് ബ്രൗസർ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 62ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? താഴെ തന്നിട്ടുള്ളതിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏതാണ്? ഏതാണ്? സഫാരിയാണ് വെബ് ബ്രൗസർ. ഏതൊക്കെ വെബ് ബ്രൗസറാണ് അറിയുന്നത്? ക്രോം, ഫയർഫോക്സ്, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആൻഡ് ഒപ്പേര എന്നിവയൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ക്രോം പറഞ്ഞു അല്ലേ? ക്രോം എന്ന് പറയുന്നത് ഗൂഗിളിനെയാണല്ലോ. ക്രോം എന്ന് പറയുന്നത് ഏത് കമ്പനിയുടെ ഇതാണ്? ഗൂഗിളിനാണ്. അപ്പോൾ ഗൂഗിൾ ക്രോം. അതുപോലെ തന്നെ ഫയർഫോക്സ് മൈക്രോസോഫ്റ്റിൻ്റെയാണ് ഫയർഫോക്സ് എന്ന് പറയുന്നത്. ഫയർഫോക്സ്. അതുപോലെ തന്നെ ഏതാണ്? സഫാരി നമ്മൾ പറഞ്ഞു. സഫാരി ഇതിൻ്റെയാണ്? ആപ്പിളിൻ്റെയാണ് അല്ലേ? ആപ്പിളിൻ്റെയാണ് സഫാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? എഡ്ജ് ഒപ്പേര, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ടോ? മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പേര എന്ന് പറയുന്നതും ഒക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. പഠിച്ചു വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ കാണുന്നതാണ്. ആപ്പിൾ സഫാരി, ക്രോം, ഫയർഫോക്സ്, എഡ്ജ്, ഒപ്പേര എന്നിവയൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. നെക്സ്റ്റ്, ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം ഏതാണ്? ജെമിനിയാണ് കേട്ടോ. ജെമിനിയാണ് ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം. ഏതാണ്? ജെമിനിയാണ് ഗൂഗിളിൻ്റെ പുതിയ AI സംവിധാനം, ജെമിനി. നെക്സ്റ്റ്, ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഏത് കുറ്റകൃത്യമായിരിക്കും? എന്താണ്? വോയൂറിസം എന്ന് പറയുന്നതാണ്. വോയൂറിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? ഏതാണ് വിഷയം? പറയുന്നത് ഏതാണ്? ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ എന്ന് പറയുന്നതാണ് വിവരസാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം ഏതാണ്? ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. നെക്സ്റ്റ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? NIC ആണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സർവീസ് ഏതാണ്? NIC. നെക്സ്റ്റ്, IoT എന്നത് എന്നാണ്? IoTയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നതാണ്. IoT എന്ന് പറയുന്നത് ഏതാണ്? IoT എന്ന് പറയുന്നത് ഏതാണ്? IoT എന്ന് പറയുന്നതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് IoT എന്ന് പറയുന്നതാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നെക്സ്റ്റ്, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഒറാക്കിൾ, MS ആക്സസ്, MS Excel, MySQL ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ വരാത്തത് ഏതാണ്? MS Excel ആണ്. കാരണം എന്താണ്? MS Excel എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. സ്പ്രെഡ്ഷീറ്റിൽ ചെയ്യുന്ന വർക്കുകളാണ് ഈ MS Excel ചെയ്യുന്നതാണ്. സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. ബാക്കി ഒറാക്കിൾ ആണെങ്കിലും MS ആക്സസ് ആണെങ്കിലും MySQL ഒക്കെ എന്താണ്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്.
സിസ്റ്റമാണ്. ഒറാക്കിൾ, MS Access, അതുപോലെ തന്നെ MySQL എന്ന് പറയുന്നത്. MS Excel എന്ന് പറയുന്നതാണ് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ വരാത്തതാണ് MS Excel ആണ് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത്. ബാക്കിയൊക്കെ എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? നമുക്ക് കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? WAN ആണ് അല്ലേ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് WAN ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പറയുന്നതിൽ ഏതാണ് ശരി? അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകൾ, ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകും. ഈ പറയുന്നതിൽ ഏതാണ് ശരി വരുന്നത്? നോക്കി, അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകൾ എന്നാണ് ഡ്രാഫ്റ്റുകൾ തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. എന്താണ് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ? ഇമെയിൽ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൊരു മെസ്സേജ് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതൊക്കെയാണ് ഈ ഡ്രാഫ്റ്റിൽ വരുന്നത്. ഇതിൽ പറഞ്ഞതാണ് അയച്ചതും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞത് അയച്ചിട്ടില്ല, നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് ഡെലിവേർഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതാണെന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡ്രാഫ്റ്റ് ആയിട്ട് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ ഈ ഡ്രാഫ്റ്റിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമുക്ക് സെൻഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ഈ ഡ്രാഫ്റ്റിലുള്ള ഫയൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ തെറ്റാണല്ലേ. ഇനി BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണെന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണല്ലേ. BCC എന്ന് വെച്ചതാണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി ആണെന്നത് ശരിയാണ്. ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകും, അതും ശരിയാണ് കേട്ടോ. ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകും. അപ്പോൾ 2, 3 ഇവിടെ ശരി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ, കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതാണ്? മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ, കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതാണ്? ഹെഡ് എന്നാണ് വരുന്നത്. ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? മെറ്റാഡാറ്റ, ശീർഷകം, സ്റ്റൈൽ, കോഡ് എന്നിവ കണ്ടെത്തുന്ന HTML ടാഗ് ഏതാണ്? ഹെഡ് എന്നാണ് വരുന്നത് കേട്ടോ. ഹെഡാണ്. നെക്സ്റ്റ്, IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ എന്താണ്? IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് ശിക്ഷ? 66F ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ്. 66F പറയുന്നത്. IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ പറയുന്നത് ഇതിനാണ്, 66F. നെക്സ്റ്റ്, പ്രോഗ്രാമിൽ ഒരു വേരിയബിളിൻ്റെ ഉപയോഗം എന്താണ്? നമുക്ക് തന്നിരിക്കുന്നതിന് ആൻസർ ഇല്ല. എന്താണ് ഒരു വേരിയബിൾ? ഒരു പ്രോഗ്രാമിങ്ങിൽ ഒരു വേരിയബിൾ എന്ന് വെച്ചാൽ ഡാറ്റ സംഭരിക്കുന്നതിനായിട്ട് കമ്പ്യൂട്ടർ മെമ്മറി ലൊക്കേഷനുകൾക്ക് നൽകിയിരിക്കുന്ന പേരുകളാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡാറ്റ സംഭരിക്കുന്നതിനായിട്ട് കമ്പ്യൂട്ടർ മെമ്മറി ലൊക്കേഷനുകൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് വേരിയബിളുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്? മാക്ക് കേട്ടോ, മാക്കാണ്. മാക്കിൻ്റെയാണ് കേട്ടോ. മാക്ക് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ് പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ. നെക്സ്റ്റ്, വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ഏത് വകുപ്പാണ്? വകുപ്പ് 5(2) വകുപ്പ് 5(2) അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറെ നിയമിക്കുന്ന പറയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 5(2). നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? ജിമെയിൽ ആണല്ലേ. ജിമെയിലാണ് സെർച്ച് എഞ്ചിൻ അല്ലാത്തത്. യാഹൂ, ഗൂഗിൾ, അതുപോലെ തന്നെ ബിങ് എന്നിവയൊക്കെ എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. യാഹൂ, ഗൂഗിൾ, ബിങ് എന്നിവയൊക്കെ എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. നെക്സ്റ്റ്, മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബയോമെട്രിക് സെൻസർ. ബയോമെട്രിക് സെൻസർ എന്നാണ് ചെയ്യുന്നത്. മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്.
നെക്സ്റ്റ്, റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഏത് നെറ്റ്വർക്കാണ് തന്നിരിക്കുന്നതിൽ? ഏത് നെറ്റ്വർക്കാണ്? WAN ആണ് അല്ലേ, വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ്, ഡിജിറ്റൽ എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെൻറ്റ് ഇന്നവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡിജിറ്റൽ എംപവർമെൻറ്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെൻറ്റ് ഇന്നവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ്? കൈറ്റാണ് കേട്ടോ, കൈറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. ശരിയാണ്. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ശരിയാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരം എത്തേണ്ടത് അവിടെ മാത്രമാണ് വിവരം കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത് സ്വിച്ചാണ്. എന്നാൽ ആ പ്രസ്തുത നെറ്റ്വർക്കിൽ അതിലും അല്ലേ അവിടെ വരുന്ന ഒരു നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ വിവരങ്ങളും എല്ലാ കമ്പ്യൂട്ടറുകളിലേക്ക് കൊടുക്കുന്നത് ആരാണ്? ഹബ്ബാണ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ച് ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റാനായിട്ട് കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ITA 2000 അല്ലെങ്കിൽ ITA ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഏതാണ്? ITA ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഏതാണ്? 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്തത്. നെക്സ്റ്റ്, വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാമാണ്? അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക. വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഫയൽ സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ. GNU അല്ലെങ്കിൽ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ext4 കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫയൽ സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ GNU ലിനക്സ് എന്ന് പറയുന്നത് ext4 ആണ്. ഇനി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഏതാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെയാണ്. NTFS എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെയാണ്. എന്ത് വരുന്നത്? NTFS വരുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെയാണ് NTFS വരുന്നത്. ആപ്പിൾ മാക് OS X ഏതിനാണ്? HPFS ആണ് ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം ഏതാണ്? ആപ്പിൾ മാക് OS Xൽ HPFS ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? GNU ലിനക്സ് ext4 ആണ് ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം. മൈക്രോസോഫ്റ്റിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റം NTFS ആണ്. ആപ്പിൾ മാക് OS Xൽ ഉപയോഗിക്കുന്നതാണ് HPFS ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? സൈബർ ബുള്ളിയിങ് ആണ്. നെക്സ്റ്റ്, ലാൻഡ് മൈൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? 1. വാൻ ലാനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നത്. ലാനിന് വാനേക്കാൾ വേഗതയുണ്ട് എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ. 1, 2 മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. വാൻ ലാനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ലാന് വാനേക്കാൾ വേഗതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്താണ്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ്? മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം എന്നിവയൊക്കെ എന്താണ്? വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നവയാണ്. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 1, 2, 3 മാത്രം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിളാണ് അല്ലേ? ഗൂഗിളാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഗൂഗിളാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ്, ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ്? ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ്? ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ്? റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി, അല്ലെങ്കിൽ എന്ന് പറയാം റോം എന്ന് പറയാം അല്ലേ? റീഡ് ഓൺലി മെമ്മറിയാണ് ബൂട്ടപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വയ്ക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ്, ട്രാൻസ്ലേറ്റർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ലാംഗ്വേജ് പ്രൊസസ്സറാണ് അല്ലേ? ലാംഗ്വേജ് പ്രൊസസ്സറാണ് ട്രാൻസ്ലേറ്റർ എന്നറിയപ്പെടുന്നത്. ഏതാണ്? ലാംഗ്വേജ് പ്രൊസസ്സറിനെയാണ് എന്നറിയപ്പെടുന്നത് ട്രാൻസ്ലേറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമൊക്കെ വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഒരു വ്യക്തിയുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളൊക്കെ വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഏതാണ്? ഫിഷിംഗ് എന്നാണ് പറയുന്നത്. ഫിഷിംഗ് എന്നാണ് ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളുമൊക്കെ വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ഫിഷിംഗ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്നാണ്? വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ ആണ്. നെക്സ്റ്റ്, ഡക്ക് ഡക്ക് ഗോ എന്നത് എന്താണ്? ഡക്ക് ഡക്ക് ഗോ എന്നത് പറയുന്നത് ഏതാണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്താണെന്നൊക്കെ പഠിച്ചു വയ്ക്കാം കേട്ടോ. ഡക്ക് ഡക്ക് ഗോ എന്ന് പറയുന്നതും എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. നെക്സ്റ്റ്, ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശം ഏതാണ്? ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശം എന്താണ്? സ്പാംസ്. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം തന്നിരിക്കുന്നതിൽ ഏതാണ്? സ്കാനറാണല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു സ്കാനറാണ് ഒരു ഇൻപുട്ട് ഉപകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 and 2008 ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? IT ആക്ട് 2000 and 2008 ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് പ്രകാരം ഏത് സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D. നെക്സ്റ്റ്, ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ്? ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ്? ഒക്ടോബർ മാസമാണ്. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. ഒരു കീബോർഡാണല്ലേ? കീബോർഡാണ്. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? റേഡിയോ തരംഗമാണല്ലേ? റേഡിയോ തരംഗമാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന തരംഗം. ഏതാണ്? റേഡിയോ തരംഗം. ക്വസ്റ്റ്യൻ, സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? അപ്പോൾ ആദ്യം പ്രൈമറി മെമ്മറി എന്താണ്, സെക്കൻഡറി മെമ്മറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പ്രൈമറി മെമ്മറി എന്ന് വെച്ചാൽ വിവരങ്ങൾ നിലനിർത്തുന്നതിനായിട്ട് വൈദ്യുതി ആവശ്യമാണ്. വിവരങ്ങൾ നിലനിർത്തണമെങ്കിൽ വൈദ്യുതി ആവശ്യമാണ്. അതിന് എക്സാമ്പിളാണ് എന്തൊക്കെ? റാം, റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണമാണ് റാൻഡം ആക്സസ് മെമ്മറി. അതുപോലെ ക്യാഷ് മെമ്മറി, പിന്നെ രജിസ്റ്റർ എന്നിവയൊക്കെ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിക്ക് എക്സാമ്പിളാണ്. ക്യാഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, രജിസ്റ്റർ എന്നിവയൊക്കെ പ്രൈമറി മെമ്മറിക്ക് ഉദാഹരണമാണ്. ഇനി സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചാൽ വിവരങ്ങൾ നിലനിർത്തുവാനായിട്ട് വൈദ്യുതി ആവശ്യമില്ല. അപ്പോൾ ഏതൊക്കെയാണ് വരിക? ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ റോം, റീഡ് ഓൺലി മെമ്മറി, ഹാർഡ് ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ്, ഓപ്റ്റിക്കൽ ഡിസ്ക്, CD DVD. ഓപ്റ്റിക്കൽ ഡിസ്കിൽ വരുന്നത് CD DVD ആണ്. പിന്നെ മാഗ്നറ്റിക് ടാപ്സ്, ഫ്ലാഷ് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നിവയൊക്കെ സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പ്രൈമറി മെമ്മറിക്ക് എക്സാമ്പിളാണ് റാം, റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ്. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണങ്ങളാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് SSD, ഫ്ലാഷ് ഡ്രൈവ്, ഓപ്റ്റിക്കൽ ഡിസ്ക് CD DVD, മാഗ്നറ്റിക് ടാബ്സ്, റോം, റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്?
എക്സലും ജിമ്മും ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. എക്സൽ, ജിമ്പ് 3, 4 ആൻസർ വരുന്നത്. ഏതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്? ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, എക്സൽ, വേഡ്, പവർ പോയിൻ്റ്, ഔട്ട്ലുക്ക്. ഇനി ഇൻ്റർനെറ്റ് ബ്രൗസേഴ്സ് ആണ് ഫയർഫോക്സ്, ക്രോം, സഫാരി, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒക്കെ. മ്യൂസിക് സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? ആപ്പിൾ മ്യൂസിക്, സ്പോട്ടിഫൈ ഒക്കെ മ്യൂസിക് സോഫ്റ്റ്വെയർസ് ആണ്. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് സൂം, ടീംസ്, സ്കൈപ്സ് ഒക്കെ. അപ്പോൾ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. നമുക്ക് തന്നിരിക്കുന്നതിൽ എക്സലും ജിമ്പും ആണ്. വേർഡ്, പവർ പോയിൻ്റ്, ഔട്ട്ലുക്ക് ഒക്കെ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഇനി ഓപ്ഷനിൽ വിൻഡോസും ലിനക്സും തന്നിട്ടുണ്ട്. ഈ വിൻഡോസ്, ലിനക്സ് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് അല്ലേ? വിൻഡോസും ലിനക്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. മാക് OS, ആൻഡ്രോയിഡ്, iOS എന്നിവയൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്? വിൻഡോസ്, ലിനക്സ്, മാക് OS, ആൻഡ്രോയിഡ്, iOS എന്നിവയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? നമുക്ക് കുറേ ക്വസ്റ്റ്യൻ കണ്ടാണ്. സെർച്ച് എഞ്ചിൻസ് ഏതാണ്? താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിളാണ് സെർച്ച് എഞ്ചിൻ. നെക്സ്റ്റ്, ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട് ഏതാണ്? ഐഡൻറ്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന ആക്ട് ഏതാണ്? IT ആക്ട് 66C. IT ആക്ട് 66C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഒപ്പേര, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ആപ്പിൾ സഫാരി എന്നിവയൊക്കെ വെബ് ബ്രൗസേഴ്സ് ആണ്. ഡ്രീം വീവർ എന്ന് പറയുന്നത് വെബ് ബ്രൗസർ അല്ല. ഓപ്പറ, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നിവയൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. ഡ്രീം വീവർ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ വെബ് ബ്രൗസർ അല്ലാത്ത D ആണ്. നെക്സ്റ്റ്, കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? സ്കാനർ, ബാർകോഡ് റീഡർ, ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ, പ്ലോട്ടർ ആണ് ഒറ്റപ്പെട്ടത്. ബാക്കി സ്കാനർ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഒക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. സ്കാനർ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നിവയാണ് ഇൻപുട്ട് ഡിവൈസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പ് ഏതാണ്? ഓപ്ഷൻ എ, ഫിഷിംഗ്. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരു തരം തട്ടിപ്പാണ് ഫിഷിംഗ്. നെക്സ്റ്റ്, ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനം ഏതാണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ്, കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്? കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സഞ്ജയ് എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം ഏതാണ്? ഓൺലൈൻ സേവനം ഏതാണ്? കെട്ടിട നികുതി അടയ്ക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ വ്യത്യസ്തമായത് കണ്ടെത്തുക. ബ്ലൂറേ DVD ആണ്. റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി എന്നിവയൊക്കെ എന്താണ്? പ്രൈമറി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറിയും റാൻഡം ആക്സസ് മെമ്മറിയും പ്രൈമറി മെമ്മറിയാണ്. ബ്ലൂറേ DVD എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. HDD, SSD, USB ഡ്രൈവ്, ബ്ലൂറേ DVD ഒക്കെ സെക്കൻഡറി മെമ്മറിയാണ്. റാം, റോം, ക്യാഷ് മെമ്മറി എന്നിവ എന്താണ്? പ്രൈമറി മെമ്മറിയാണ്. നേരത്തെ റാൻഡം ആക്സസ് മെമ്മറി, പ്രൈമറി മെമ്മറിയിൽ പറഞ്ഞു വന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ. റീഡ് ഓൺലി മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ക്യാഷ് മെമ്മറി എന്നിവ പ്രൈമറി മെമ്മറിയാണ്. ബ്ലൂറേ DVD എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണമാണ്?
വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ്, വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ടിം ബേണേഴ്സ്ലി ആണ് വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏതാണ്? മൈക്രോസോഫ്റ്റ് ആക്സസ്. ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. നെക്സ്റ്റ്, മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് പെടുന്നത്? മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഏത് സെക്ഷനിലാണ് പെടുന്നത്? ഏതാണ്? സെക്ഷൻ 66E ആണ്. സെക്ഷൻ 66E.